أشهد أن لا إله إلا الله. Kak, Kak, നെറ്റാളിയും സുബൈ ബാങ്ക് കൊടുത്തണ. നെറ്റാളി Ma, sekarang ya, udah ചായ. ആജ് അവിടെ പിടിക്ക്. ഞാൻ ഈ നിസ്കാര കുപ്പായെന്നുണ്ട് കഴിച്ചിരട്ടെ. നവാസ് മീറ്റിയിലെ സാബിയേ, നീക്കൊക്കെ ചെയ്തിക്കണേ. എന്നത്തെയും പോലെ പെണ്ണും ബുക്ക് കൊടുത്ത് കണക്ക് നോക്കൽ തുടങ്ങിയിട്ടുണ്ടാവും. അതങ്ങനെ വിട്ടെ. ഓന്റെ ഈ കണക്ക് നോക്കലും എഴുത്തും കുത്തൊക്കെ ഏത് കാലത്താണാ ഒന്ന് തീരല്. ആ പിശുക്ക് മാറുന്ന എനിക്ക് തോന്നണില്ല എന്റെ അമ്മ. തന്നെ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഈ മലപ്പുറം ജില്ല മൊത്തം അന്വേഷിക്കും ആദ്യം ഏത് കടയിലെ വില കുറവെന്ന്. എന്നിട്ട് അവിടെ പോയിട്ടേ വാങ്ങുള്ളൂ. ഇങ്ങനൊരു സ്വഭാവം ഇമ്മാടെ മകൻക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതങ്ങനൊരു സാധനം. ഓന്റെ ഈ സ്വഭാവം കാര്യങ്ങളെ ഏത് കാലത്താ ഒന്ന് മാറിക്കാണുകയാണാവോ. വല്ല കന്താറ പിശുക്കത്തര സ്വഭാവം ഓനക്ക്. ഒരു പെണ്ണട്ടിച്ച് കഴിഞ്ഞാൽ മാറും വിചാരിച്ചിട്ടേ അതും ചെയ്തിപ്പോ 8-10 വർഷം കഴിഞ്ഞ്. എന്നിട്ടും ആ കാര്യത്തിൽ മാത്രം ഒരു മാറ്റമില്ല. ഓന്റെ കാട്ടിക്കൂട്ടല് കണ്ടാ തോന്നിയേ ഈ പെരയിലെ സകലമാന ചെലവുകളും കാര്യങ്ങളും മൊത്തവും നടത്തുന്നത് ഓന്റെ ഒരാളെ കൈകൊണ്ട് കിട്ടിയിട്ടാണ്. ഓന്റെ വാപ്പായുള്ള ആൾക്കേ 19 വയസ്സ് കഴിഞ്ഞ്. ഇപ്പോഴും അന്യ നാട്ടിൽ കിടന്നിട്ട് ആ മനസ്സും ചോര നീരായിട്ട് നയിച്ചുണ്ടാക്കുന്നത് മൊത്തം ഈ പെരയിലെ ചെലവ് നടത്താൻ തന്നെയല്ലേ അയക്കണത്. എല്ലായിടത്തും തന്നോളം പോന്ന ആമക്കൾ ഉണ്ടായാലേ വാപ്പാരി പിന്നെ പ്രവാസമൊക്കെ നിർത്തി നാട്ടിൽ ഒതുങ്ങിക്കൂടാനാ നോക്കുക. ഇവിടെ പറയാന് 2 ആമക്കൾ ഉണ്ടായാലും ഇവിടുത്തെ പരിപാടിക്ക് നിന്നിട്ടില്ല. ആ മനുഷ്യൻ ഇപ്പോഴും ചോര നീരാക്കി നയിക്കണതേ ഈ കുടുംബത്തിന് വേണ്ടിട്ട് തന്നെയാണ്. അത് പറഞ്ഞപ്പോഴാ ഇമ്മാക്ക് ഇപ്പാനോട് ഈ പ്രവാസം നിർത്തി നാട്ടേക്ക് പോരാൻ പറഞ്ഞൂടെ? ഇപ്പാക്ക് പ്രായം ഒരുപാടായില്ലേ. ഇതിപ്പോ നിക്കും ഇപ്പാക്കൊന്നും പൂതില്ലാഞ്ഞിട്ടാണെന്നാണ് സാബി എന്റെ വിചാരം. ഞങ്ങൾക്ക് മൂത്ത 2 ആൺകുട്ടികളായിന്ന് കണ്ടേക്കേ. ഇവിടുത്തെ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ എനിക്ക്? എൻ്റെ ആ മക്കളെ ഞാൻ ഒരിക്കലും ഇന്നെപ്പോലെ ഒരു പ്രവാസിയാക്കൂലാന്ന്. എൻ്റെ കുട്ടികള് നന്നായിട്ട് പഠിച്ച് നാട്ടിൽ തന്നെ ഓരോ കൂട്ടും കുടുംബമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്ത് കൂടട്ടേന്നാ ഇപ്പാടെ പൂതി ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് മക്കളെ 3-4 നന്നായിട്ട് പഠിപ്പിക്കണം എന്ന് വരുന്നു ഇപ്പാൻ്റെ പൂതി. എൻ്റെ പുതിയാപ്പള
പഠിപ്പ് എന്നുണ്ട് കേട്ടാൽ തന്നെ ഓനക്ക് എന്തോ ഒരു അലർജി പോലെയായിരുന്നു. തന്നെ 10ാം ക്ലാസ്സിലെ 3ാമത്തെ തവണ ഓനൊന്ന് കടന്നു കിട്ടിയത്. ഹോ, അതും കസ്തിച്ചാണ്ട് പോയി കിട്ടിയെന്നേ ഉള്ളൂ. അതന്നെ ഓനെ മുക്കിലും മൂലയിലും ഇരുത്തി പഠിപ്പിച്ചിട്ട് കിട്ടിയതാ. പിന്നെണ്ടല്ല 10 കഴിഞ്ഞ് 2 വർഷം ഓനൊന്ന് തള്ളി ആ സ്കൂൾ കണ്ട് വിടാൻ വേണ്ടിയിട്ട് ചില്ലറ പാടമല്ലായിരുന്നു മന്നാരമളേ നടത്തിയിരുന്നത്. ഇങ്ങനെ ഒരു മടിയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചുറ്റുപാത്തൊന്നും ഉണ്ടാവൂല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഓനക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ എപ്പോഴെങ്കിലും പഠിപ്പിന്റെ കാര്യം പറയുമ്പോൾ ഇതങ്ങോട്ട് എടുത്തിട്ട് അപ്പം തുടങ്ങും. തുടങ്ങി പയമ്പുരാണം പറിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നീട്ടി പോവാന്. അത്രക്ക് മടിയനായിരുന്നു പഠിക്കാൻ. തന്നെ +2 തോറ്റ തന്നെ ഇങ്ങനെ പഠിപ്പിക്കാൻ വിടണ്ട, പഠിപ്പിക്കാൻ വിട്ടാൽ ഞാൻ നാടുവിട്ടു എന്ന് പറഞ്ഞ് ഇപ്പാനെ പേടിപ്പിച്ച ആളാണ്. അതുകൊണ്ട് ഇപ്പം പറഞ്ഞ് ഓനക്ക് താല്പര്യമില്ലച്ചാ ഇനി ഓൻ പഠിക്കാൻ പോണ്ടാന്ന്. അപ്പോൾ ഓനക്ക് അന്യ നാട്ടിലേക്ക് പോയാൽ മതി. ഓന്റെ വിചാരം അവിടെ പോയി പണിയെടുത്താലേ തോനെ പൈസ ഉണ്ടാക്കാന്നാ. ഇവിടെ തന്നെ കൂടിയാ പോരെ കുട്ടി അനക്കെന്ന് ചോദിച്ചേക്കേ ഓന്റെ വാപ്പാനോട് അന്റെ പുതിയാപ്പള പറഞ്ഞ് നാട്ടിൽ കൂടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും കൂടാൻ പറ്റൂല, നിനക്ക് എന്തേലും കാര്യമായിട്ട് ബിസിനസ് നടത്തണമെന്ന്. എന്നാ പിന്നെ ഓന്റെ പൂതി അങ്ങനെ ആയിക്കോട്ടെ എന്നും വിചാരിച്ച് ഓനക്കായിട്ട് നല്ലൊരു ബിസിനസ്സും തുടങ്ങിച്ച് നല്ല തരക്കടില്ലാണ്ട് പോയി വരികയായിരുന്ന പരിപാടി. പിന്നെന്താ, എൻ്റെ മകന്റെ ഈ ഒരു പിസ്ക സ്വഭാവം കാരണം അതിൽ പണിക്ക് വന്ന ആൾക്കാരൊക്കെ 1ഉം 2ഉം പറഞ്ഞ് 3-4 മാസം നിൽക്കും പോവും, 3-4 മാസം നിൽക്കും പോവും. അങ്ങനെ ആ പരിപാടി അങ്ങോട്ട് അടച്ചു പൂട്ടി. നല്ല കഥ. രണ്ടാമേരി ഇങ്ങളെ കല്യാണം കാര്യങ്ങളൊക്കെ ആയ നേരത്തെ ഓൻ വീണ്ടും ദുബായിക്ക് പോകാനുള്ള ഒരുക്കം തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഓനോട് പറഞ്ഞ് ഇജി വിചാരിച്ചും പോലത്തെ പൊലിവും കാര്യങ്ങളൊന്നും അന്യ നാട്ടിൽ വന്നാൽ കിട്ടൂല എൻ്റെ കുട്ടിയെ. ഒരു കുട്ടിയും കുടുംബവും ഒക്കെ ആവുമ്പോഴാണ് അതിൻ്റെ ഇടങ്ങറ് മനസ്സിലാവുകയെന്ന്. അതുകൊണ്ട് പെണ്ണെട്ടി കഴിഞ്ഞ് സ്വന്തം പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് നാട്ടിൽ കൂടുന്ന സുഖമൊന്നും ഇവിടെ ആവുമ്പോൾ കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വായിക്ക് ഓൻ പറഞ്ഞ് ഇന്നൊക്കെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി തന്നാളേന്ന്. പിന്നെ ഇപ്പാൻ്റെ അധ്വാനം അതിന് വേണ്ടിയിട്ടായി. അങ്ങനെയാണ് ഇപ്പോഴത്തെ ആ സൂപ്പർ മാർക്കറ്റ് വാങ്ങിച്ചത്. അങ്ങനെ ഓനക്ക് സൂപ്പർ മാർക്കറ്റ് ഇട്ട് ഇങ്ങളെ കല്യാണം കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോത്തിന് നിയാലിൻ്റെ പഠിപ്പും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായി. നിയാലിൻ്റെ കഴിഞ്ഞപ്പോത്തിന് പിന്നാലെ നജിമയായില്ലേ. ഇതാ ഇപ്പോൾ ഓളെ കടുപ്പും തീരാറായി തുടങ്ങി. അങ്ങനെ 3 മക്കളെ ഒരു കരക്കെത്തിക്കാൻ പെടുമ്പോത്തിന് വാപ്പാക്ക് പ്രായം എത്ര ആയി. നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ നാട്ടിൽ നിന്നതിനേക്കാളും കൂടുതൽ അപ്പോ ദുബായിലാകുമല്ലോ നിന്നിട്ടുണ്ടാവുക. ഇമ്മാക്കപ്പോ സങ്കടം പറിച്ചിലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല? ഇമ്മാടെ കരച്ചിലും പായരം പറിച്ചിലൊക്കെ തുടങ്ങിയിട്ടേ കാലം ഒരുപാട് അയക്കണ് പെണ്ണെ. അപ്പോഴൊക്കെ 1 വർഷം കൂടി 2 വർഷം കൂടി എന്നൊക്കെ പറഞ്ഞിട്ടേ ഇതാ വയസ്സ് 19-53 കഴിഞ്ഞ്. ഇനിയിപ്പോ ഇപ്പാക്ക് അവിടെ പിടിച്ച് നിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും പറ്റാത്ത പ്രായമായി തുടങ്ങിയില്ലേ. ഏറിപ്പോയി കഴിഞ്ഞാൽ 1-1.5-2 വർഷം കൂടിയൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഈ കാലം അതും കൂടി കണ്ട് മുഴുവനാക്കി കഴിഞ്ഞാലേ ഇപ്പാക്ക് ഇത്രയും കണ്ട കാലം അവിടെ പണി ചെയ്തതിൻ്റെ പുടുത്തപ്പണം കാര്യങ്ങളൊക്കെ കിട്ടും അത്രേ. അത് കിട്ടിയിട്ടുണ്ട് പോന്നു കഴിഞ്ഞാൽ നജ്മാൻ്റെ കല്യാണം ഉസാറാക്കി നടത്താലോ എന്നാ ഇപ്പം പറയണത്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ കൂടണമെന്ന് തന്നെ ഇപ്പാൻ്റെ പൂതി. നിഹാലിന്റെ കാര്യങ്ങളും ആണ്ടേമ്മ നോക്കുക. ഓൻക്ക് പഠിച്ച ജോലി ആയി കഴിഞ്ഞാല് നമുക്ക് ധൈര്യത്തിൽ ഓൻക്കൊരു കാര്യം നോക്കായിരുന്നു. ഇങ്ങക്ക് പറഞ്ഞു നോക്കായിരുന്നില്ലേ എത്ര ജോലി ഉണ്ടാകും ഓൻ പഠിച്ചത്? ഓൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. ഓന്റെ കഥ അങ്ങനെ ഒന്ന് എത്രയോ ഒരു പൈസ മെനക്കെടുത്തി പഠിപ്പിച്ചുണ്ടാക്കിയത് ആ കുട്ടിനെ. എന്നിട്ട് എന്താ കാര്യം? റോഗി ചാനൽ എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ടേ നേരം പോയിട്ട് ആ ഫോണും തൂക്കി ഇറങ്ങിയാണ്ട് പോകൂലേ ഓന്. അന്തില്ല പാതിരില്ലാതെ കയറി വരും ചെയ്യും. പിന്നെ ഇതൊക്കെ ആയിട്ട് വല്ലതൊക്കെ കിട്ടുമോ? ആ കുട്ടിക്കൊരു കൂട്ടും കുടുംബമൊന്നും വേണ്ടയാണാവോ? ഓനക്കും ആയി തുടങ്ങിയില്ലേ പ്രായം? എത്ര വെച്ചിട്ടപ്പോൾ അത് പറയാ. എന്തായാലും ഇക്ക് കിട്ടിയ 2 ആമക്കളും 2 സൈസ്. ഓള് നീട്ടിക്കണാ? ഇല്ലാന്നുണ്ടെങ്കിലേ വേഗം നീട്ടിട്ട് ഓളോട് ആ മുറ്റത്തിന്റെ 4 ഭാഗം നടിച്ചു വരാൻ പറഞ്ഞ ഓളാ കോളേജിൽ പോവാൻ നേരം വരെ മൂടി പോച്ചടക്ക് കൊടുക്കൂ. എന്നിട്ട് നീട്ടി ഒരു കാക്കക്കുളിയും കുളിച്ച് മുഖത്ത് കുറച്ച് പുട്ടിയിട്ടിങ്ങാണ്ട് കോളേജിൽ അടുത്ത് പോകും. 6ാം പേരേക്ക് കയറി ചെല്ലേണ്ടതല്ലേ? ഓളോട് നീക്കാൻ പറയും, മതി കിടന്നത്. ഞാൻ പറയുമ്മ കാക്കാക്ക് ചായ കൊടുത്തിട്ട് വരട്ടെ. പിന്നെ എന്താ കടി ഉണ്ടാക്കണ്ടേ? കടല വെള്ളത്തിയിട്ടിട്ടില്ലെന്നല്ലേ? ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കാം. ചായ നവാസിനോട് കൊടുത്തുങ്ങാണ്ടേ
നടക്കൂട്, ഞാൻ ഇപ്പം വരാം. നാലായിരം കടിക്ക് സാധനങ്ങൾ, 2000 കറണ്ട് ബില്ല്. എന്നാലും 2 കാണണല്ലോ. അതിപ്പോൾ എവിടെ പോയി? 2 കറണ്ട് ബില്ല് 2 കാണണം. അതിപ്പോൾ എവിടെ പോയി? ഇന്നും ബാലൻസ് ആണില്ലേ കണക്ക്? അല്ലേന്നോ നിങ്ങളോട് ഇന്നലെ കടയിൽ നിന്ന് വരുമ്പോ ഞാൻ 2 കളർ ബുക്കും ക്രയോൺസ് ഒക്കെ വാങ്ങാൻ പറഞ്ഞിരുന്നില്ലേ? ആ കടയിൽ നിന്ന് എടുത്ത് കണ്ടിട്ട് പോന്നാ പോലെ നിങ്ങക്ക് കുട്ടികൾക്കൊന്ന് സ്കൂളിൽ കൊണ്ടുപോണ്ടാണ്. സാബിയെ, ഞാൻ ചായ വെച്ചോണ്ട് പോയിക്കാം, എന്റെ കണക്ക് തെറ്റിക്കാതെ. എന്നാലും 2 ഇപ്പൊ എവിടെ പോയി? ആ 2000 ഞാൻ ഇപ്പൊ അടുക്കളയിൽ നിന്ന് വരുന്ന വൈക്ക് ഒരു കാക്ക കൊത്തിട്ടാണ് പറക്കണം എടുക്കണം. നിങ്ങൾ അതിന്റെ പിന്നാലെ പോയി നോക്കി. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോണതിന്റെ മുന്നേ മക്കൾക്ക് ക്രയോണും കളർ ബുക്കും വാങ്ങാനുള്ള പൈസ ഇവിടെ എടുത്ത് തന്നിട്ട് പോയാൽ മതി. ഞാൻ അപ്പുറത്തെ വീടിൽ നിന്ന് മേടിച്ചു കൊടുത്തോണ്ട്. അല്ലാണ്ട് നിങ്ങൾ സാധനം കൊടുത്തിട്ട് ആ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റും തോന്നണില്ല. പിന്നെ 2000 കിട്ടി കഴിയുമ്പോഴേ സമാധാനത്തിൽ ചായ കുടിച്ചാല് അല്ല പിന്നെ ഒരു 2000. അല്ല സാബിയ, നിഹാൽ എണീറ്റിക്കണ? എനിക്കും അവനോട് ഒരു കാര്യം പറയാനുണ്ട്. അതിന് ഓമ്പടില്ല. ഓനക്ക് എന്തോ സ്കിറ്റ് വീഡിയോ എടുക്കാണ്ടെന്ന് പറഞ്ഞാണ്ടേ രാവിലെ തന്നെ പോയിക്കണേ. എന്തേ? ഓനും ഓൻ്റെ ഒരു യൂട്യൂബും സ്കിറ്റും ഇങ്ങനെ ഫോണും പിടിച്ച് നടക്കാനാണോ തരം പൈസ കൊടുത്ത് ഓനെ പഠിപ്പിച്ചത്? ഒരു കണക്കിന് നോക്കുകയാണെച്ചാലേ നിങ്ങളെ ഈ സൂപ്പർ മാർക്കറ്റിനേക്കായി നല്ലത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാണ്. ഓനക്കേ അത്യാവശ്യം ഓനക്ക് ജീവിക്കാനുള്ള വക അഴിമന്ന് ഓനക്ക് കിട്ടുന്നുണ്ട് എന്നാ പറഞ്ഞത്. ഒന്നുമില്ലാന്നുണ്ടെങ്കിലും നിങ്ങളെ മുന്നിൽ 1 കിലോ തക്കാളി 4 എണ്ണം വറക്കായി നല്ലത് ഓനോട് പറഞ്ഞ 1/2 കിലോ തക്കാളി നേരത്തിനെങ്കിലും കിട്ടും. ഞാൻ ചായ വെച്ചോണ്ട് പോയിക്കാം, എന്റെ കണക്ക് തെറ്റിക്കാതെ. എന്നാലും 2 ഇപ്പൊ എവിടെ പോയി? 2 കിട്ടാത്തതിന്റെ കേട് നിങ്ങൾക്ക് നല്ലോണം ഉണ്ട് അല്ലേന്നോ? നിഹാലിനെ പഠിപ്പിച്ച കണക്ക് നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞേക്കാലോ. നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാ ഓനെ പഠിപ്പിച്ചത്? ആരായാലും എന്താ, പൈസ തന്നെയല്ലേ. ഓനെ പഠിപ്പിച്ച നേരം കൊണ്ടേ വല്ല ബിസിനസ്സും തുടങ്ങായിരുന്നു. അല്ല പിന്നെ നമ്മളെ കല്യാണത്തിന്റെ ഒക്കെ മുന്നേ ഇങ്ങക്ക് ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങി തന്നതിന്റെ കഥ ഇമ്മപ്പത കുറച്ചേരം മുന്നേ പിന്നോട് പറഞ്ഞത്. ആദ്യം നിങ്ങള് പോയ 2000 കണ്ടുപിടിക്കാൻ നോക്കി, എന്നിട്ട് മതി വലിയ വലിയ ബിസിനസിനെ കുറിച്ച് ആലോചിക്കല്. അല്ല പിന്നെ 2 എവിടെ പോയി? നജുവോ? നജ്മ, എടി നീക്കാൻ എന്നോട്. നീറ്റുള്ള താത്ത നിങ്ങളോട് പോയിക്കാണി. നീറ്റടി പെണ്ണെ, നമുക്ക് കോളേജില്ലേ? ഓള് ഇതുവരെ നീട്ടിട്ടില്ലേ സാബിയെ? ഓള് കുറച്ച് കഴിഞ്ഞിട്ട് നീറ്റോളാന്ന്. ഓളൊക്കെ എടുക്കാൻ പോയി ഞാൻ തീർത്തരാം. ഇങ്ങനെ ഉണ്ടാവോ പെൺകുട്ടിയോള്? നജ്മ, നജ്മ, ഇമ്മയും വന്നോ? എന്തമ്മ ഇജ്ജ് സുബൈ സ്കെച്ചിക്കണാ? ഞാൻ നിസ്കരിച്ചിട്ട് കിടന്നതാ. ഇനി ഞാൻ കുറച്ചേരും കൂടി ഒന്ന് കിടക്കട്ടെ. നിങ്ങളവിടെ പോയിക്കാണേ. അന്റെ ഉറക്കം ഞാൻ തീർത്തരാം. മര്യാദക്ക് നീറ്റോ, അല്ലെങ്കിൽ അടുത്ത ഞാൻ തല വഴി വെള്ളം ഒഴിക്കലേക്കാരം. നീ കയറി ഓടുന്നു. എന്തമ്മ ലൈറ്റ് ഓഫ് ആക്കി കാണേ? അന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കോളേജിക്ക് പോണ നേരം വെച്ച് നീറ്റ് കുളിച്ചൊരുങ്ങാണ്ട് നീറ്റ് പോവരുത് എന്നുള്ളത്. ഈ പെരയുടെ 4 ഇറങ്കിലും അടിച്ചൊരു കൊടുത്തൂടെ എനിക്ക് താത്താക്ക്? ഈ ഇമ്മ എന്തെങ്ങനെ നല്ലൊരു ഉറക്കായിരുന്നു. ഈ ഇമ്മ അങ്ങനെ തന്നെയാണ്. ഈ പഠിപ്പും വെച്ചിങ്ങാണ്ടേ നാളെ 6 വരെ പോയി കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് ഇറങ്ങി പോരേണ്ടി വരും. ചെന്നിങ്ങാണ്ട് ആ മുറ്റത്തിന്റെ 4 ഭാഗം അടിച്ചോരിട്ടേ കുളിച്ച് വല്ലതും തിന്നും കുടിക്കും ചെയ്തിട്ട് കോളേജിൽ പോവാൻ നോക്ക്. നീക്ക്.
ആ വരാ. ഞാൻ പോയ പാടവിടെ കിടക്കാൻ നിൽക്കണ്ട. പിന്നെ ഞാൻ വള്ളം കൊണ്ട് ഇക്കാരം വരിക. നീട്ടി പറയാൻ നോക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാ ഇതുപോലത്തെ മാരി? അതെ, ഇതൊരു ഉമ്മയുടെയും ഉപ്പയുടെയും അവർ സ്വപ്നം കണ്ട സ്വർഗം പോലൊരു വീടിന്റെയും കഥയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ സ്വപ്ന വീടിന്റെ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു.